ഏറെക്കാലമായി തരിശായി കിടന്ന പാടം പൊന്നണിയിച്ച് കോഴിക്കോട് ജില്ലയിലെ മൂടാടി ഗ്രാമപഞ്ചായത്ത്. വർഷങ്ങളായി നശിച്ചു കിടന്ന പാടമാണ് നിശ്ചയദാർഢ്യത്തിന്റെ പുറത്ത് ഒരു നാടിന്റെ നല്ല നാളേക്കുള്ള കാത്തുവയ്പ് കൂടിയായത്. ജനകീയാസൂത്രണ പദ്ധതി 2024-25 ഉൾപ്പെടുത്തി തരിശുരഹിത ചാക്കര പാടശേഖരം പദ്ധതിയുടെ ഭാഗമായാണ് ഒരു പാടത്ത് പൊന്നണിയിച്ചത്. 30 ഏക്കർ വരുന്ന തരിശുഭൂമിയിൽ കൃഷിയിറക്കിയാണ് ഒരു നാടിന്റെ വിജയഗാഥ. വർഷങ്ങളായി വെള്ളക്കെട്ടും പാഴ്ചെടികളും നിറഞ്ഞ് തരിശായി കിടക്കുകയായിരുന്നു പണ്ടുകാലത്ത് 100 മേനി കൊയ്തിരുന്ന ചാക്കര പാടശേഖരം. മൂടാടി ഗ്രാമപഞ്ചായത്ത് ഈ പാടശേഖരത്തെ കൃഷിയോഗ്യമാക്കാനുള്ള ശാസ്ത്രീയ പഠനം വിദഗ്ധരുമായി ചർച്ച ചെയ്താണ് കൃഷി ഇറക്കിയത്. പരമ്പരാഗത കർഷകർ, അതുപോലെ ഇവിടെയുള്ള സാംസ്കാരിക സംഘടനകൾ, മറ്റ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഗ്രൂപ്പുകളെയൊക്കെ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത് കൃഷി ചെയ്യാൻ ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലും ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ 100 മേനി കൊയ്തെടുക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പാടശേഖര സമിതിയിലെ കർഷകരുമായി ചർച്ചകൾ സംഘടിപ്പിച്ചു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ യന്ത്രസഹായത്തോടെ വിശാലമായ തോട് നിർമ്മിച്ചു. നാളുകൾ നീണ്ട ചർച്ചകളും പഠനവും നടത്തിയുമാണ് കൃഷി ഇറക്കിയത്. പാടശേഖരത്തിലെ കർഷകരെ കൂടാതെ മറ്റു വാർഡുകളിൽ നിന്നുള്ള കർഷക ഗ്രൂപ്പുകളും കൃഷിക്കാരും ഇവിടെ കൃഷി ചെയ്യാൻ തയ്യാറായി വരികയും ഏത് സമയത്തും സപ്പോർട്ടായി കൂടെ നിൽക്കുകയും ചെയ്തു. ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് ഈ തോട്, പഞ്ചായത്ത് നിർമ്മിച്ച ഈ തോട് സഹായകമായി. അതുപോലെ കതിരിട്ടിരിക്കുന്ന ഈ സമയത്ത് വെള്ളം അത്യാവശ്യമായിരുന്നു. ആ സമയത്ത് തോടിലെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് നല്ല രീതിയിൽ വെള്ളം എടുക്കാനും സാധിച്ചു. ജ്യോതി, മട്ട, ത്രിവേണി, രക്തശാലി, 60 കുറുവ എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് കൃഷി ചെയ്തത്. വർഷങ്ങളായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആഹ്ലാദത്തിലാണ് കർഷകർ. ഒരു നാടിന്റെ ഒന്നിച്ചുള്ള പ്രയത്നത്തിന്റെ പ്രതീകം കൂടിയാണ് ഇപ്പോൾ ഇവിടം. കൈരളി ന്യൂസ്, കോഴിക്കോട്.